റംബൂട്ടാനേക്കാളും ടേസ്റ്റ് ഉള്ളതാണ് അല്ലെങ്കിൽ ഗംഭീര തേൻ മധുര എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അതിന്റെ സത്യാവസ്ഥ? അങ്ങനെ കാണുമ്പോ പറയോ ഞങ്ങളുടെ പെണ്ണ് അവിടെ കായ്ച്ചുമില്ല, അവരുടെ കാച്ചിട്ടുമില്ല, ആണായി പോയി. ഇതാണ് നമ്മുടെ മോള്, വിവാദ നായിക. വിവാദ നായിക. കാരണം പലതും ഇപ്പോ പണ്ടൊക്കെ മെഡിസിൻ ആയിട്ട് അരച്ച് കലക്കി കുടിച്ചതൊക്കെ ഇപ്പം ലിവറും കിഡ്നിയൊക്കെ പോകുന്ന സാധനങ്ങളാന്ന് പറയും. ഹായ്, ക്രിയേറ്റീവ് ഗാർഡന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു പറമ്പിലെ കൃഷിയെക്കുറിച്ചാണോ എന്ന് ചോദിച്ചാൽ പറമ്പിലാണ്. കൃഷിയെക്കുറിച്ചാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ കഴിയില്ല, എന്നാ കൃഷിയെക്കുറിച്ചാണെന്ന് പറയാൻ കഴിയും. ഒരു രാജ്ഞിയെ പരിചയപ്പെടുത്താൻ വന്നതാണ്. ശരിക്കും നല്ല ഭംഗിയുള്ള, കാഴ്ചയ്ക്ക് ഭംഗിയുള്ള, കഴിക്കാൻ ടേസ്റ്റുള്ള ഒരു രാജ്ഞിയെക്കുറിച്ച്. അപ്പോൾ ഇത് എവിടെ സ്ഥലം? വയനാട്ടിലാണെന്നൊരു ചിന്തയുണ്ടാവും. ഒരിക്കലുമല്ല. കക്കാടംപോയിലിനടുത്ത് കോനൂർക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ജോസേട്ടൻ്റെയും മോനി ചേച്ചീൻ്റെയും വീട്ടിലാണ്. മനോഹരമായ ആ സുന്ദരിയെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. അവരെയും പരിചയപ്പെടാം, ആ രാജ്ഞിയെയും പരിചയപ്പെടാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്റ്റാറുകളെ കാണുന്നില്ല അല്ലേ? ശരിക്കും ഒരു സ്റ്റാറിനെ ഇപ്പോൾ കാണുന്നുള്ളൂ. ഇപ്പോൾ കാണുന്നത് സൂപ്പർ സ്റ്റാറും മറ്റത് 2 സ്റ്റാർസുകളുമാണ്. ഹായ് ഹായ്. അപ്പോൾ ജോസേട്ടനും മോനി ചേച്ചിയാണ്. സുഖാണെന്ന് തോന്നുന്നു. സുഖമാണ്, നന്നായിരിക്കണു, കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടപ്പോൾ അതിലേറെ സന്തോഷവും അതിലേറെ സുഖവുമായിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെ, എല്ലാവർക്കും കാണുന്നവർക്കെല്ലാം വളരെ സന്തോഷമാണ്. എത്ര വർഷമായി ഇപ്പൊ ഇതൊരു 15 വർഷം ഏകദേശം ആയിട്ടുണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ കായ്ക്കാറുണ്ട്? എല്ലാ വർഷവും കായ്ക്കുന്നുണ്ട്. ചില വർഷങ്ങൾ കുറച്ച് കുറവുണ്ടാവും. ഈ വർഷമാണ് ഇപ്പൊ നന്നായിട്ട് ഇങ്ങനെ കായുണ്ടായത്. നന്നായിട്ട് കായ്ച്ചുള്ള. ഇതിന്റെ പുറകിൽ നിൽക്കുന്ന അതിന്റെ മകനാണോ? മകനല്ല, വേറൊരെണ്ണം കൊണ്ട് നമ്മൾ കുഴിച്ചു വെച്ചതാണ്. അത് കുറച്ച് കഴിഞ്ഞിട്ടാണ്, ഇത് അതിന്റെ ഒപ്പമല്ല വെച്ചത്, കുറച്ച് കഴിഞ്ഞിട്ടാണ്. എത്ര വർഷമായിട്ടുണ്ടാവും? ഇതൊരു 10-12 വർഷത്തിന്റെ അടുത്തേ ആയിട്ടുള്ളൂ, ഏകദേശം ആയിട്ടുള്ളൂ. പക്ഷെ ഇത് നന്നായിട്ട് കായുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഇപ്രാവശ്യം അതിൽ ഇപ്രാവശ്യത്തിന് കുറവാണ്, വളരെ കുറവാണ്. പക്ഷെ രണ്ടും, ഇത് ആൺമരവും പെൺമരവും ഉണ്ട്. ആൺമരവും പെൺമരവും 2 ഉണ്ട്. വ്യത്യാസമാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മരം ഒന്നാണെന്ന് തോന്നും, പക്ഷെ ആൺമരവും പെൺമരവും ഉണ്ട്. ആൺമരം ആണെങ്കിൽ ഇതിന്റെ പൂവ് ഉണ്ടായി കഴിഞ്ഞിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ കൊഴിഞ്ഞു പോകും. പെൺമരമാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഫ്ലവർ കാണാൻ ഇതിലേറെ ഭംഗിയാണ്. വളരെ ഭംഗിയാണ്, നല്ല രസമാണ്. ഇങ്ങനെ നീണ്ടു താഴോട്ട് ഇപ്പൊ പുറകിൽ നിൽക്കുന്ന മകനാണോ എന്ന് ചോദിച്ചു. അപ്പൊ മക്കൾ എത്ര പേരാ ശരിക്കും? മക്കള് 2 പേരുണ്ട്. 2 പേരുണ്ട്. ആരൊക്കെയാ? മൂത്തത് മോളെ കല്യാണം കഴിച്ചു വിട്ടു. ഇപ്പൊ കുടഞ്ഞിലാണ് താമസിക്കുന്നത്. പിന്നെ മോനാണുള്ളത്. മോന് തൃശ്ശൂർ ജോയി ആലുക്കാസിൽ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു. ആളെ പേരോ? റോബിൻ ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്യാറുണ്ട്. റോബിൻ അപ്പനെ അമ്മേനെ നായകൻ നായികയൊക്കെ ആക്കിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്റ്റാറുകളിൽ അവരാണ് ഈ അഭിനയിക്കുന്നത്. ആള് പുറത്തേക്ക് വരില്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ എന്തായാലും ഇത് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചതും റോബിനോട് തന്നെയാണ്. ഒരുപാട് സന്തോഷം. അതിൽ മാത്രമല്ല, ഇതിന് റോബിനൊരു ബന്ധമുണ്ട് ഈ മരങ്ങൾക്കൊക്കെ. തീർച്ചയായിട്ടും ഉണ്ട്. എന്താ ബന്ധം? അവരിത് ചെറുപ്പത്തിൽ എന്റെ കൂട്ടുകാരുടെ കൂടെ കാട്ടിൽ കയറി പോവായിരുന്നു. മരങ്ങളിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന മരം കൊണ്ട് പഴം തിന്നിട്ട് കുഴിച്ചു വെച്ച തൈയാണിത്. അതായത് കായ കൊണ്ടുവന്ന് തൈയായിട്ട് കൊണ്ടുവന്നല്ല, കാ കൊണ്ടുവന്ന് തിന്നിട്ട് അതിന്റെ കുരു കുഴിച്ചു വെച്ചുണ്ടായി. മാത്രമല്ല ഇന്നിപ്പോ ഒരു ഐഡന്റിറ്റി ആയി മാറിയിട്ടുണ്ട്. ഈ മൂട്ടിപ്പഴം എന്ന് പറയുമ്പോൾ എത്ര പേരുകൾ ഇതിന് നിലവിലുണ്ട്? ഇതിന് മൂട്ടിപ്പഴം എന്ന് പറയും, മൂട്ടിപ്പുളി എന്ന് പറയും. പിന്നെ നാടൻ ഭാഷയില് പറയാൻ കുറച്ച് മടിയുണ്ടെങ്കിലും മൂട്ടിത്തൂറി എന്ന് പറയാറുണ്ട്. മൂട്ടിത്തൂറി എന്നും പറയും. മൂട്ടി തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ കേൾക്കുമ്പോ പറയുമ്പോ ഒക്കെ ഒരു ചിരിയൊക്കെ വരുമെങ്കിലും സത്യത്തിൽ അതാണ്. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ 2-3 പേരുകളാണെങ്കിൽ പോലും പല നാട്ടിലും പല പേരുകളാണ്. ഒരു സ്ഥലത്ത് തന്നെ ഒട്ടനേകം പേര് ഒരു കാര്യങ്ങൾക്ക് തന്നെ വരാറുണ്ട്. പിന്നെ ഇതിന്റെ സയന്റിഫിക് നെയിം ഒക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടം വഴി ഓടും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് പിന്നെ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും വൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്, എഡിബിൾ ആയിട്ടുള്ള ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ നമുക്കിത് ശരിക്കും അച്ചാറിടാൻ പറ്റും. നമ്മൾ ഇടാറുണ്ട്. നല്ല ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ എന്തൊക്കെയോ കുറച്ച് മെഡിസിനൽ പർപ്പസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും പോകുന്നില്ല. കാരണം പലതും ഇപ്പോൾ പണ്ടൊക്കെ മെഡിസിൻ ആയിട്ട് അരച്ച് കലക്കി കുടിച്ചതൊക്കെ ഇപ്പം ലിവറും കിഡ്നിയൊക്കെ പോകുന്ന സാധനങ്ങളാന്ന് പറയും. അതെ, ഒരുപാട്. അപ്പൊ ഏതാണ് സത്യം എന്നറിയില്ല. ചില ഡോക്ടേഴ്സ് പറയും എഗ്ഗ് നന്നായിട്ട് കഴിച്ചോളാം, എഗ്ഗ് കഴിച്ചോളാൻ പറയും. ചില ഡോക്ടേഴ്സ് പറയും കഴിക്കുകയും ചെയ്യരുത്. ചില ഡോക്ടേഴ്സ് പറയും എഗ്ഗ് വൈറ്റ് ആണ് നല്ലതെന്ന്. അപ്പൊ ഏതാണെന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് ഇപ്പൊ കഴിക്കാൻ പറ്റുന്ന 2-3 രീതികൾ എന്ന് പറയുന്നത്, ഒന്ന് അച്ചാറിട്ട് കഴിക്കാം, പഴമായിട്ട് കഴിക്കാം. പിന്നെ ഇത് വൈൻ ഉണ്ടാക്കാമെന്ന് പറയുന്നു. വൈൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഒരുപാട് പേര് വൈൻ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ കഴിയും. വൈൽഡ് ആയിട്ടുള്ള സാധനത്തിനെ കുറെയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, കാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും ഇത് ഉണ്ടാവും. ഇനി മാത്രമല്ല,
ഇതൊരു പ്ലാന്റിന് എന്നുള്ള നിലയിലല്ലാതെ ഞാൻ കാണുന്ന വേറൊരു കാര്യമുണ്ട്. ശരിക്കും നമുക്കിതൊരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് നന്നായിട്ട് വളർത്താം. തീർച്ചയായിട്ടും വീടിന്റെ മുമ്പിൽ ഫ്ലവർ ചെയ്ത് ഇതേപോലെ ഒരു മരം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാണ്. ഫ്ലവർ ചെയ്ത് നിൽക്കുകയാണെങ്കിലും ഭംഗിയാണ്, കായ ആയാലും നല്ല ഭംഗിയാണ്. ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതേപോലെ തന്നെ വേറൊരെണ്ണമുണ്ട് വീടിന്റെ മുറ്റത്ത് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ കാണിച്ചു തരാം. അത് വേറൊരു മദർ പ്ലാന്റിന്റെ ചെറിയൊരു വ്യത്യാസമുണ്ട്, കളറിന് കുറച്ച് വ്യത്യാസമുണ്ട്. അത് നമ്മൾ കാണിച്ചു തരാം. ടേസ്റ്റ് കൂടുതൽ അതാണെന്നാണ് ഇപ്പൊ മോൻ പറയുന്നത്. ഇതാണ് എനിക്ക് തോന്നിയത്. പക്ഷെ മോൻ പറയുന്നു അതാണ് ടേസ്റ്റ് കൂടുതൽ. നട്ടവൻ പറയുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോ നമ്മളത് ആണല്ലേ, അമ്മ മോന്റെ കൂടെ. ഓക്കെ, അപ്പോ അതുപോലെ മോന് വേറൊരു പണിയും കൂടി ഉണ്ട്. മോനും പുള്ളിക്കാരത്തും കൂടെ അതേ മദർ അമ്മയും കൂടെ കൂടിയിട്ടാണ് ഈ പഴങ്ങളെല്ലാം തന്നെ ഇപ്പൊ കുറെ പഴങ്ങള് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. നഴ്സറിക്കാർ ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ എന്താ പറയാ, നിസ്സാരം പറഞ്ഞാൽ കിളിഞ്ഞാവല് പോലുള്ളത്, അങ്ങനെ കുറെ പ്ലാന്റുകളില്ലേ? അങ്ങനത്തെ ഏതെങ്കിലും വെട്ടിക്കളഞ്ഞ പ്ലാന്റുകളൊക്കെ ഉണ്ടോ? ഉണ്ട്. സാന്തോളം എന്ന് പറഞ്ഞു അല്ലേ? സാന്തോള് വലിയ കാര്യത്തിന് നിങ്ങൾ നട്ടു വളർത്തിയതിന് കായും ഉണ്ടായി ഒരെണ്ണെടുത്ത് പഴുത്ത് നമ്മൾ മുറിച്ച് തിന്നു കഴിഞ്ഞപ്പോ പുളിയുണ്ട് അല്ലേ? എന്തോ ഒരു ടേസ്റ്റ്. ഒരു ഇതേപോലെ ഈ അബിയൊക്കെ ഇത് ആണും പെണ്ണും ഉണ്ട്. ആണും പെണ്ണും ഇല്ലെന്നും പറഞ്ഞാൽ അവര് തരുന്നത്. പക്ഷെ നമ്മളിവിടെ നട്ട് കഴിഞ്ഞപ്പോ ഒരെണ്ണത് ആണായിട്ട് നിൽക്കണം, നിറയെ പൂക്കും, പക്ഷെ ഒറ്റ കായ ഉണ്ടാവില്ല. ആണും പെണ്ണും അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ വെച്ച് നോക്കുമ്പോ ഫാർ ബെറ്റർ ആണെന്ന് പറയണം. അല്ലേ? അതെ, കഴിക്കാനും ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പോട്ടെ, നമ്മുടെ വീടിന്റെ മുമ്പിലോ സൈഡിലോ എവിടെയെങ്കിലും ഇതിങ്ങനെ ഫ്ലവർ എത്ര കാലം ഫ്ലവർ ചെയ്ത് ഇങ്ങനെ ഈ രീതിയിൽ പഴുക്കാനാവും? ഏപ്രിലിൽ ഇങ്ങനെ മുട്ട പോലെ വരും തടിയെ കൂടെ. എന്നിട്ട് അത് കുറെ കഴിയുമ്പോ തിരിയായിട്ട് ഇങ്ങനെ നീണ്ടു വന്ന് നമ്മുടെ ഇരുമ്പമ്പുളിയുടെ ഒക്കെ പോലെ തടിയിലാണ് ഉണ്ടാവുക. കുഞ്ഞു കായായിരിക്കും. ഇങ്ങനെ കായ ഇങ്ങനെ ചാടി പോകുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാനും പറ്റില്ല. കുഞ്ഞു കായായിട്ട് ഇങ്ങനെ തുരുന്നുണ്ടാവും. കായ കുറച്ചൊരു ചെറിയൊരു നെല്ലിക്കല്ല, അതിനെക്കാളും ചെറിയൊരു കടുകിന്റെ ഒക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും പെണ്ണാണോ ആണാണെന്നുള്ളത്. ആണാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അങ്ങോട്ട് കൊഴിഞ്ഞു പോവാണ്, പെണ്ണാണെങ്കിൽ ചെറിയ ഇങ്ങനെ വരും. എൻ്റെ കുഞ്ഞുനാളിൽ ഇവിടെ വന്നതാണ്. അന്നൊക്കെ നമ്മൾ ഈ തോട്ടുകടയൊക്കെ പോയിട്ട് ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ അത് പൂത്ത് നിൽക്കുന്നതാണ്, ഇപ്പോൾ കായ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ അത് ചെല്ലുമ്പോൾ ആണായിരിക്കും, അതിങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പം മുകളിൽ നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു ഇതേപോലെ ഒരെണ്ണം. അതിന് മഞ്ഞ നിറമായിരുന്നു, അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ കുഴപ്പം ഇതാണ്, കാടുകളിലൊക്കെയാണ് ഇങ്ങനെ കായ്ച്ച് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേന് മുള്ളമ്പന്നി കാട്ടുമുള്ള തിന്ന് മുഴുവൻ തൂഫാനാക്കും. നമ്മളിത് കൊണ്ട് നട്ട് കഴിഞ്ഞപ്പം ഇങ്ങനെ കായായിരുന്നു. അതിന് ശേഷം പിന്നീട് താഴെ ഒരു വീട്ടിൽ ഇവർ ഇതേപോലെ നട്ടവരുണ്ടായിരുന്നു, അവിടുത്തെ മോൻ കൊണ്ട് നട്ടായിരുന്നു. എന്നിട്ട് 2 ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഓർണത് വെട്ടിക്കളഞ്ഞു, കമ്പുങ്ങളിൽ ഇറക്കി കളഞ്ഞു. പിന്നെ ഓർണ അവരവിടെ നിർത്തി. അതിന് ശേഷമാണ് പിന്നീട് അവർ മുറിച്ച് കളയാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോൻ പോയിട്ട് അത് മാന്തിപ്പറിച്ച് ചൂടെ മാന്തി കൊണ്ടുവന്ന് വീടിൻ്റെ മുൻവശം കൊണ്ട് നട്ടു. ഇല്ലേ? അതാണിപ്പം നമ്മുടെ അവിടെ നിൽക്കുന്ന കാഴ്ച നിൽക്കുന്നത്. അവരുടെ കാഴ്ചിട്ടുമില്ല, ആണായിപ്പോയി. അയ്യോ, ഇപ്പൊ അവരിത് കാണുമ്പോ പറയുന്നുണ്ട് ഞങ്ങളുടെ പെണ്ണാണ് ഇങ്ങോട്ട് കെട്ടിച്ചെന്ന്. വഴിയിലല്ല നിൽക്കുന്നത്, അപ്പൊ കാണുമ്പോ ഇങ്ങനെ പറയും ഞങ്ങളുടെ പെണ്ണ് പറയുന്നില്ല. ഒരുപാട് ആളുകളെ ഇത് കാണുമ്പോ ഇതിന്റെ ഈ ഭംഗി കാണുമ്പോ റംബൂട്ടാനേക്കാളും ടേസ്റ്റ് ഉള്ളതാണ്, അല്ലെങ്കിൽ ഗംഭീര തേൻ മധുര എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അതിന്റെ സത്യാവസ്ഥ? അങ്ങനെ തേൻ മധുരം എന്നൊന്നും പറയത്തില്ല, ഒരു മധുരവും പുളിയും കൂടെ കൂടിയ ഒരു ടേസ്റ്റാണ്. പക്ഷെ നല്ല രസമാണ്, അങ്ങനെ അലിപ്പിച്ച് നന്നായിട്ട് നല്ല സ്മൂത്താണ്, അലിപ്പിച്ചിറക്കാൻ പറ്റും. വേറെ ഇതുള്ളത് കുറെ മഴ പെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് വെള്ളം കൂടും. അപ്പൊ പിന്നെ ടേസ്റ്റ് കുറച്ച് സാധാരണ വെള്ളം കയറുന്ന പോലെ തന്നെ ഇതിനകത്ത് സമയത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. ഇനിയിപ്പോ ഇത് മൊത്തം കാണുമ്പോ ഇനി അടുത്ത ചോദ്യം വരെ എന്താണെന്നറിയോ? എന്തായിരിക്കും? കൊടുക്കാനുണ്ടോ, തൈയുണ്ടോ, ചോടുണ്ടോ, എവിടുന്ന് കിട്ടും, എങ്ങനെ കിട്ടും, ഒന്ന് തരുമോന്നൊക്കെ ആയിരിക്കും. അതിനുള്ള മാർഗം എന്താ? നമ്മൾ തൽക്കാലത്തേക്കുള്ള മാർഗം ഇതാണ്. ഇതിന്റെ ഇവിടുന്ന് തോട്ടുമുക്കം കക്കാടംപൊയിൽ പോകുന്ന റൂട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ കയറിയാണ് നമ്മൾ വരെയിരിക്കുന്നത്. അവിടെ ഇത് സീസൺ ഈ ഉള്ള സമയത്ത് ആര് വരുവാണെങ്കിലും എത്ര മാസം കൂടി ഉണ്ടാവും ഇനി? ഇതിപ്പോ 1 മാസം, ഈ മാസം പക്ഷെ വേറെയാണ്. ഇത് കണ്ടിട്ട് ആരെങ്കിലും ആൾക്കാർ വരുവാണെങ്കിൽ വേഗം തീരും. നമ്മളിത് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്കിതിപ്പോ വെച്ച് കളയണമെന്നില്ല, വരുന്ന ആർക്ക് വേണേലും നമ്മൾ കൊടുക്കും. ഇപ്പൊ മോൻ തന്നെ പറഞ്ഞു വയനാട്ടിൽ നിന്ന് ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞു, പിന്നെ വേറെ ആരൊക്കെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് അയച്ചു കൊടുക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല. മോൻ ഇവിടെ ഇല്ല, ഞങ്ങൾ 2 പേരുമാണ്. ഞങ്ങൾ കൃഷിയായിട്ട് പരിപാടിയായിട്ട് രാവിലെ തന്നെ പറമ്പിലേക്ക് ഇറങ്ങും. പിന്നെ ഇത് കാണുമ്പോൾ ഇതിലെ വരുമ്പോൾ ജാതിക്കൊക്കെ പൊറുക്കി വരുമ്പോൾ 2 പറിച്ച് വായിക്കും. കാരണം ഇവർക്ക് അത്രയും വർക്ക് ഉണ്ട്, പിന്നെ ഇത്രയും ദൂരം പോയിട്ട് വേണം അത് അയക്കാനൊക്കെ.
പിന്നെ ഇവര് ഈ പതിഞ്ഞിരിക്കുന്നു നോക്കണ്ട, ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൽ നോക്കി അറിയാം. സൺ ഓഫ് മത്തായി എന്ന് പറഞ്ഞാൽ ഒരു, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു 2-3 സ്റ്റാറുകൾ അതിനകത്ത് കാണാം. ഇടുക്കി ഭാഗത്തൊക്കെ ആരൊക്കെയോ തൈകൾ ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട്, അവിടെയൊക്കെ അന്വേഷിച്ചാൽ കിട്ടും. എന്തായാലും പറ്റുമെങ്കിൽ ഒരു തൈ മേടിച്ച് വീട്ടിൽ വെക്കാനാണ് എല്ലാവരും പറയാം. നമ്മൾ എന്തായാലും പ്രത്യേകിച്ച് പറയും. ഇത് കഴിക്കുമ്പോ ഇതിന്റെ വിത്ത് ഇതോടുകൂടി ഇറങ്ങി പോകും. അതെ. അപ്പൊ അത് അതിന്റെ കുരു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിന്റെ ഒരെണ്ണം കഴിക്കാതെ കുരു ഇത് പൊട്ടിച്ച് കുരു എടുത്തിട്ട് ഒന്ന് കയ്യിലിട്ടൊന്ന് പീച്ചിട്ട് അത് പാകി മുളപ്പിക്കാൻ പറ്റാതെ അന്നേരം പൊന്തി വരും അത്. അതെ. അപ്പം വേറൊരു കാര്യമുണ്ട്, ഈ പറഞ്ഞ പോലെ ഭാഗ്യം ഉണ്ടെങ്കിൽ മുളച്ചു കിട്ടും. അല്ല, പെൺതൈയായിട്ട് കിട്ടും. ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും, എത്ര പറഞ്ഞാലും പോട്ടി മിക്സും കാര്യങ്ങളും പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നത് ഇതൊക്കെ. എങ്കിലും നമ്മൾ എങ്ങനെ നട്ടെന്നും കൂടെ ഒന്ന് പറ. ഇത് നട്ടത് ചെറുപ്പകാലത്ത് കാട്ടിക്കൂടെ കയറിപ്പോയി, അന്ന് കൂട്ടുകാരൊത്ത് നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കണ്ടത് പറിച്ചുകൊണ്ട് വന്ന് തിന്നിട്ട് ഒരു നട്ടതിന് ശേഷം ഇതിവിടെ കൊണ്ട് നട്ടു, ഈ സ്ഥലത്ത് തന്നെ. ഇത് നട്ടതിന് എന്തെങ്കിലും ഒരു സാധനം പോട്ടി മിക്സ് ഒന്നും കൊടുത്തിട്ടില്ല? കുറച്ച് അന്നൊന്നും നട്ടില്ലായിരുന്നു. പിന്നീട് 2 വർഷം മുമ്പ് ഞാൻ കുറച്ച് എല്ലുപൊടി തെങ്ങിനൊക്കെ വളവിടുന്ന സമയത്ത് കുറച്ച് ഇടാൻ തുടങ്ങി. അതില്ലെങ്കിലും ഇതൊക്കെ കായ്ക്കും, കാരണം സ്വാഭാവികമായിട്ട് കായ്ക്കുന്നതാണല്ലോ. പിന്നെ നടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ ശരിക്കും വൈൽഡായിട്ട് വളരുന്ന ഒരു സാധനമാണ്. അപ്പോൾ വെറും ഭയങ്കര തുറസായ സ്ഥലത്ത് വെക്കാതെ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിലൊക്കെ ആയിരിക്കും കുറച്ചുകൂടി ഇവർക്ക് സന്തോഷം എനിക്ക് തോന്നി. അതെ, എന്താ വെച്ചാൽ ഈ തണലില് വളരുന്നതാണ്. മനസ്സിലാവുമ്പോൾ തീർച്ചയായിട്ടും സ്ഥലമാണല്ലോ, അപ്പൊ അവിടെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. അപ്പൊ വലിയൊരു തുറസായ സ്ഥലമൊന്നും ഇതിന് വേണ്ട. ഒരു മരത്തിന്റെ ചുവട്ടിലാണെങ്കിൽ പോലും ഇപ്പൊ തന്നെ ഈ വലിയൊരു ജാതിന്റെ തോട്ട പോലെ നിൽക്കുന്നത്, എന്നിട്ട് പോലും വലിയ പ്രശ്നമൊന്നുമില്ല, കായ്ക്കുന്നുണ്ട്. നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞില്ലേ, ഒന്ന് ടേസ്റ്റ് ചെയ്തും കൂടെ നോക്ക്. തീർച്ചയായിട്ടും. ഇതാ കട്ട് ചെയ്ത് കൊടുക്ക്. കഴിച്ചു നോക്ക്. നല്ല സംഭവം, നല്ല ഫ്ലഷ് ആട്ടോ. 2 അല്ലിയ, 3 കാണും. ഇതിനകത്ത് വിത്തുണ്ടോ? വിത്തുണ്ട്. എല്ലാത്തിനകത്തും വിത്തുണ്ട്. ഭയങ്കര തേൻ മധുരമൊന്നുമല്ല, മാംഗോസിന്റെ ഒരു പെങ്ങളെ മോളായിട്ട് വരും ചെറുതായിട്ട്, അല്ലേ? അതിനേക്കാൾ ഇച്ചിരി പുളി കൂടുതലുണ്ട്. കുരു കളയാനൊന്നുമില്ല. ഇത് കുരു കളഞ്ഞില്ല, ഇറങ്ങിപ്പോയി വയറ്റിന്ന് മുളയ്ക്കോ? കുഴപ്പമില്ല, ഞാൻ പേടിച്ചിരിക്കുന്നു. എന്തായാലും ഇത് ഞാൻ ഇറക്കി കളയുന്നില്ല, വിത്ത് ഞാൻ കളയില്ല. ഓക്കെ, എന്തായാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര മാരക ടേസ്റ്റ് ഒന്നുമല്ല, എന്തായാലും കഴിക്കാൻ കൊള്ളാം, സൂപ്പറാണ്. വയൽ വെള്ളം വരുന്നുണ്ടോ? രക്ഷയില്ല. ഇത് കഴിച്ചിട്ട് ഇത് സീഡൊന്നും എടുക്കാൻ കഴിയില്ല, ഇത് സംഭവം വിഴുങ്ങി പോവുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു പരിധി ഇത് ഉണ്ടാകാത്തെന്നൊരു സംശയമുണ്ട്. ശരിക്കും അങ്ങനെയല്ലേ? വിഴുങ്ങാൻ ചിലപ്പോൾ മുളച്ചു കിട്ടും. അതെ, പക്ഷെ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇത് അതുകൊണ്ട് കൂടി ആവാം ഇത് അധികം ആവാത്ത, അല്ലേ? ഒരു പരിധി വരെ ഇത് ആരും സീഡ് എടുത്ത് പുറത്തേക്ക് കളയുന്നില്ലല്ലോ, പോവല്ലേ ചെയ്യുന്നത്. പിന്നെ ഇത് അച്ചാറിടുമ്പോ എങ്ങനെയാ അത് ചെയ്യുന്നത്? അച്ചാറിടുമ്പോ ഇതിപ്പോ കായ എടുത്തു കഴിയുമ്പോ ഇതിന്റെ തൊണ്ടല്ലേ, ഈ തൊണ്ട വാട്ടിയിട്ട് അത് അരിയണം. അരിഞ്ഞിട്ട് ഇത് ബീറ്റ്റൂട്ട് അച്ചാർ ഇടുമ്പോ ഒരു ചുമന്ന കളർ വരികയല്ലേ, അതുപോലെ ഒരു കളറുണ്ട് ഇതിന്. നല്ല ടേസ്റ്റ്. അതിന്റെ എല്ലാ അച്ചാർ ഇടുന്നതിന്റെ എല്ലാ കൂട്ടുകളും ചേർത്തിട്ട് അച്ചാറിട്ട് വെക്കുക. പിന്നെ അതേപോലെ ഫുള്ളായിട്ട്, അതായത് ഈ ഫ്ലഷ് എടുത്ത് മാറ്റാതെ അച്ചാറിടുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത് ഇത്രയും വലുത് നമ്മൾ ചെയ്തിട്ടില്ല, കുറച്ചുകൂടെ ചെറുതായിരിക്കുമല്ലേ, അത്രയും കുറേ നിപ്പുണ്ട്. അതിൽ നമുക്ക് കാണിച്ചു തരാം. ചെറുതാവും അത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് ഇടുകയാണെങ്കിൽ അത് അതേപടി തന്നെ നമുക്ക് ഇടാം. അപ്പൊ 2 രീതിയിൽ നമുക്ക് അച്ചാർ രണ്ട് രീതിയിലിടാം. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊളന്നിട്ട് എരിവും ഒന്ന് കേറാൻ വേണ്ടി. ഇതാണ് നമ്മുടെ മോള്, വിവാദ നായിക. അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അവളും നന്നായിട്ട് കാഴ്ച. പക്ഷെ എനിക്ക് കണ്ടപ്പോഴേ ഇതിനൊരു രുദ്രാക്ഷ പോലെ ഒരു കുറച്ചൊരു വ്യത്യാസം, പിന്നെ കളറും ചെറിയ മാറ്റം വ്യത്യാസം. കഴിച്ചിട്ട് ഇതാ ഇച്ചിരി നല്ലത്. അതെ, അമ്മയ്ക്കും മോനും ഇതാ ഇഷ്ടം, പപ്പയ്ക്ക് മറ്റേതോ? അല്ലേ? ലേശം മധുരമുള്ളത് ഇതിനാ ആണല്ലേ? ഇതും അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലൂം ചെയ്തിട്ടുണ്ട്. മോളും കൊള്ളാം. സങ്കടമുണ്ട്, കാര്യം പറഞ്ഞാല് അവർക്കത് കിട്ടാതെ പോയല്ലോ. നമുക്ക് ഏതായാലും ഒരെണ്ണം ഉണ്ടായിരുന്നു, പിന്നെ വന്നത് ഇത് തന്നെയാണ്, അവർക്ക് ഇല്ലാതെ പോയല്ലോ, സങ്കടമുണ്ട്. ഇപ്പൊ നമ്മൾ പറമ്പിൽ കണ്ട ആ 2 എണ്ണത്തിനേക്കാളും കുറച്ചൊരു ഡിഫറൻറ്റ് ഉണ്ട്. അതിന്റെ തൊലിക്കും വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ കളറിനും ചെറിയ മാറ്റമുണ്ട്, ടേസ്റ്റിനും ചെറിയ മാറ്റമുണ്ട്. എന്തായാലും മനോഹരമായൊരു കാഴ്ച. അപ്പോൾ വീടിന്റെ മുമ്പിൽ ഇതുപോലെയുള്ളൊരു സംഭവം എന്ന് പറയുമ്പോൾ വീടിന്റെ നേരെ മുമ്പിൽ കാണുന്ന രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വലയും കാര്യങ്ങളൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള മുള്ളൻ പന്നിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിടില്ല,
അത്രത്തോളം ഇതിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്നവരാണ്. കാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ പ്ലാന്റിനെ ആക്രമിക്കുന്നത് മുള്ളനാണ്. എന്തായാലും നല്ല ഭംഗിയുള്ള കാഴ്ച. വീടിന് മുമ്പിൽ ഒരു 3-4 മാസത്തേക്ക് ഇതുപോലെ ഫ്ലവർ വന്നാലും ഭംഗിയാണ്, ഈ പഴമായാലും ഫ്രൂട്ടായാലും ഭംഗിയാണ്. ഇനിയിപ്പോൾ വേണ്ട ഈ പ്ലാന്റിൻ്റെ ലീഫും ഒരു ചെറിയൊരു വെറൈറ്റിയാണ്. ഒരു ഉറങ്ങിയ പോലത്തെ ലീഫാണ്, പക്ഷെ അതിനൊരു ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. ചെടിഭ്രാന്തികാരുടെ ഓരോ കാര്യങ്ങൾ ഇപ്പം വയനാട്ടിൽ നിന്ന് ശരി നമ്മൾ ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ രാവിലെ അവിടെ നിന്ന് വന്നതാണ്.